അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത്. ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. നഗോഡകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നഗോഡകളുടെ പെരുവിരൽ എന്ന് പറഞ്ഞൊരു സ്റ്റോറി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. നഗോഡകൾ ആരായിരുന്നു? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടുകൂടി കമ്പനി ഉദ്യോഗസ്ഥന്മാർ എന്തു ചെയ്യാൻ തുടങ്ങി? നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതം. കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടു കൂടിയിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയും അവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിച്ച് കൊണ്ട് അവർ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്ത ആ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കുക. ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായത്? ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ. ഓക്കെ, കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ എന്നിവരായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായവർ. ഇനി ഓരോരുത്തരുടെയും എങ്ങനെയാണ് കമ്പനി ഭരണം അവരെ എങ്ങനെയാണ് ചൂഷണം ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം കർഷകർക്കെതിരെ. ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ബംഗാൾ കീഴടക്കിയതോടുകൂടി കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് അവരെന്തെല്ലാമാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ കർഷകർക്കെതിരെ അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നോക്കുക, നമ്മൾ ഓരോ പോയിന്റും വായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് SCRT അതുപോലെ തന്നെ ചോദിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ വരികയും വായിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. കൃഷിക്കാരുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നത്? കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. ഓക്കെ, അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. ഇടനിലക്കാരെ എന്താണ് പറയുന്നത്? ജമീന്ദാർമാർ എന്നാണ് പറയുന്നത്. ഓക്കെ, നികുതി പിരിച്ചെടുക്കാനായിട്ട് ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. ഓക്കെ, നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ പറയുന്ന പേരാണ് സാഹുക്കാർ. എന്താണ്? സാഹുക്കാർ. ഇടനിലക്കാർ, നികുതി പിരിച്ചെടുക്കുന്ന ഇടനിലക്കാർ അറിയപ്പെടുന്ന പേരാണ് ജമീന്ദാർമാർ. പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെടുന്ന പേരാണ് സാഹുക്കാർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൃഷിക്കാരുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് കമ്പനി ചെയ്തത്. എന്തൊക്കെയാണ്? കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ അതായത് ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അതായത് സാഹുക്കാർ എന്ന് പറയുന്ന വിഭാഗത്തെ ആശ്രയിക്കേണ്ടി വന്നു. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഇനി ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. ഓക്കെ, കമ്പനി കണ്ടെത്തിയ കാര്യം എന്താണ്? ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാനായിട്ടാണ്. ബംഗാളിലെ മണ്ണ് ഏറ്റവും അനുയോജ്യം എന്തിനാണ്? പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു. ഈ പരുത്തിയും ചണവും നീലവും എല്ലാം ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിന്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു.
ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനായി കർഷകരെ നിർബന്ധിച്ചു. അപ്പോൾ പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ എന്തായി? പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകരെ കൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ എന്താണ്, കൃഷിയിടങ്ങൾ മുഴുവൻ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി. കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് കൃഷിക്കാർക്കെതിരെ കമ്പനി നടത്തിയത്. എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞില്ല. അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് കൃഷിയിടങ്ങളിൽ ഭക്ഷ്യവിളകൾക്ക് പകരം പരുത്തിയും ചണവും നീലവും ഒക്കെ കൃഷി ചെയ്യിപ്പിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഗോത്രജനിതയ്ക്കെതിരെ നടത്തിയ ചൂഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. അല്ലെ, അപ്പൊ കാർഷിക മേഖല മാത്രം കൊള്ളയടിക്കുകയല്ല, എന്താണ് വനസമ്പത്ത്, ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ഓക്കെ, അപ്പോൾ വന നിയമങ്ങൾ കൊണ്ടുവന്നു. വനങ്ങളൊക്കെ ആരുടെ അധീനതയിലായി? കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതോടെ ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതികളും തടസ്സപ്പെട്ടു. ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. ഓക്കെ, അപ്പൊ ഗോത്രജനതയ്ക്കെതിരെ ചെയ്തത് എന്താണ്? വന നിയമങ്ങൾ കൊണ്ടുവന്ന് വനം കയ്യിലടക്കി, അല്ലെ, കമ്പനിയുടെ കയ്യിലാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചൂഷണം ചെയ്യുന്നതിനായിട്ട് റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ റെയിൽവേയുടെ തുടക്കമാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നോക്കുക, ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ. 1853 ഏപ്രിൽ 16 എന്താരംഭിക്കുന്നത്? ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. അപ്പോൾ ആദ്യ തീവണ്ടി എവിടെ നിന്ന് എവിടേക്കാണ്? ബോംബെയിൽ നിന്ന് താനെയിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 ഏതാണ് ആദ്യത്തെ തീവണ്ടി? ബോംബെ ടു താനെ ആണ്. ഓക്കെ, 3:35 വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ വണ്ടി എന്താണ് കൂകിപ്പാഞ്ഞത്. 14 കോച്ചുകളുള്ള ഈ തീവണ്ടിയിൽ 14 കോച്ചുകളാണ് ഉണ്ടായിരുന്നത്. ആ തീവണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയത് എപ്പോഴാണ്? 1861 മാർച്ചിലാണ്. എവിടെ നിന്ന് എവിടേക്കാണ്? തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കാണ്. ഓക്കെ, അപ്പോൾ റെയിൽവേയുടെ തുടക്കം മനസ്സിലായല്ലോ. ഇനി ഗോത്ര വിഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരെ ആരാണ് ചൂഷണം ചെയ്തത്? നെയ്ത്തുകാർക്കെതിരെ. ഓക്കെ, നെയ്ത്തുകാർക്കെതിരെ നടന്ന ചൂഷണങ്ങൾ നമുക്ക് നോക്കാം. കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി. ഓക്കെ, അത് നമ്മൾ പഠിച്ചല്ലേ. കമ്പനി ഭരണകാലത്ത് അവരുടെ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുവാണ് പരുത്തി എന്നുള്ളത് കൊണ്ട് പരുത്തി കൃഷി വ്യാപകമായി എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ കൈത്തറി മേഖല തകർന്നത് എന്നുള്ള കാര്യമാണ് ഇനി കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു, അല്ലെ? അപ്പോൾ അവിടേക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ് എന്നുള്ളത് കൊണ്ട് അസംസ്കൃത വസ്തുവായിട്ടുള്ള പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റുമതി അയച്ചു. അത് കൈത്തറി മേഖല തകർന്നതിന് ഒരു കാരണമാണ്. അടുത്തത്, ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇവിടെ നിന്നും പരുത്തി അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ട് അവിടെ യന്ത്രങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള വില കുറഞ്ഞ തുണിത്തരങ്ങൾ എന്ത് ചെയ്തു? വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇന്ത്യയിൽ നിർമ്മിച്ച തുണിത്തരങ്ങൾക്ക് എന്ത് ചെയ്തു? ഉയർന്ന നികുതി ചുമത്തി. അതുകൊണ്ടാണ് കൈത്തറി മേഖല തകർന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്
നോട്ട് ചെയ്ത് വയ്ക്കുക. ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നെയ്ത്തുകാർക്കെതിരെ. അപ്പോൾ ഇങ്ങനെ ഗോത്രവർഗ്ഗക്കാർക്കെതിരെയും നെയ്ത്തുകാർക്കെതിരെയും കർഷകർക്കെതിരെയും എല്ലാം വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾ ചെയ്തു കമ്പനി. ഇനി കലാപങ്ങളിലേക്ക്, ഇനി അങ്ങോട്ട് കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കമ്പനി ഭരണത്തിന്റെ ഫലമായിട്ട് ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ഗോത്ര വിഭാഗങ്ങളും നെയ്ത്തുകാരും കൃഷിക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. ഇങ്ങനെ കുറേ സഹിച്ച് വയ്യാതായപ്പോൾ ഈ വിഭാഗങ്ങൾ എന്തു ചെയ്തു? കമ്പനിക്കെതിരെയും അതുപോലെ തന്നെ അവരുടെ അടുത്തുനിന്നും നികുതി പിരിക്കാനായിട്ട് നിന്നിരുന്ന ഇടനിലക്കാരായിരുന്ന ജമീന്ദാർമാർക്കെതിരെയും എന്ത് ചെയ്തു? കലാപങ്ങൾക്ക് തുടക്കമിട്ടു. സംഘടിത സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. ഓക്കെ, സംഘടിതമായിട്ടുള്ള കലാപങ്ങളൊന്നും അല്ലെങ്കിലും വിവിധ പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു? ഈ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഓക്കെ, കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. ഓക്കെ, അപ്പൊ കലാപങ്ങൾക്ക് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്ന കലാപങ്ങളാണ് ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ എന്താണ് മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴാണ്? 19-ാം നൂറ്റാണ്ടിലാണ്. പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഓക്കെ, പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു മലബാറിലെ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ മലബാറിൽ കലാപങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? മാപ്പിള കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ബംഗാളിൽ നടന്ന അതേ സ്വഭാവമുള്ള കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ. ഓക്കെ, അപ്പം മലബാറിൽ മാപ്പിള കലാപങ്ങളും ബംഗാളിൽ ഫറാസി കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഇനി ഈ കർഷകരെ കൂടാതെ ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കലാപങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കലാപങ്ങളിൽ ഏർപ്പെട്ട ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയാണ്? മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. ഓക്കെ, അപ്പൊ കർഷകരെ കൂടാതെ കലാപത്തിൽ കമ്പനിക്കെതിരെയുള്ള കലാപത്തിൽ ഏർപ്പെട്ട ഗോത്രവർഗ്ഗക്കാർ ആരൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗോത്രവർഗ്ഗക്കാരുടെ പേരുകൾ ഓർത്തിരിക്കുക. മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ എന്നിവരാണ് ആ ഗോത്രവർഗ്ഗക്കാർ. ഇനി സാന്താൾ കലാപത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാന്താൾ കലാപം എന്താണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത്. എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ച ഗോത്ര ജനതയാണ് സാന്താൾ ഗോത്ര ജനത. ഓക്കെ, കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അപ്പൊ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലുള്ള സാന്താൾ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സിദ്ധുവും കാൻഹുവുമാണ്. ഓക്കെ, ഇനി അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ഗോത്ര ജനത ഇറങ്ങിയെന്ന് പറഞ്ഞു, അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും എവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്? കലാപത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഔധിലെ രാജാ ചെയ്ത് സിംഗ്. ഓക്കെ, ഔധിലെ രാജാ ചെയ്ത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഓക്കെ, അപ്പോൾ ഗോത്ര ജനത മാത്രമല്ല, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും എന്തിനിറങ്ങി? കലാപത്തിനിറങ്ങി. അവരാരൊക്കെയാണ്? ഔധിലെ രാജാ ചെയ്ത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതപാണ്ഡ്യൻ,
മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ എന്നിവരാണ്. ഇനി കേരളത്തിലെ കലാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. ഓക്കെ, ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്താണ്? വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. അപ്പോൾ ഒളിപ്പോർ നടത്തിയിട്ടുള്ള രാജാവ് ആരാണ്? PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒളിപ്പോർ നടത്തിയത് ആരാണ് എന്നുള്ളത് പഴശ്ശിരാജയാണ്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തിയത് ആരാണ്? പഴശ്ശിരാജയാണ്. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. അപ്പോൾ പഴശ്ശിരാജയെ സഹായിച്ച ആളുകളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവയുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ, അപ്പോൾ കൊച്ചിയിലെ മന്ത്രി ആരായിരുന്നു? പാലിയത്തച്ഛനായിരുന്നു. പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് പ്രശസ്തമായ കുണ്ടറ വിളംബരം. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ഓക്കെ, 1809 കുണ്ടറയിൽ വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ആര്? വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്തത്. ഇതാണ് കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. ഇനി പഴശ്ശിയുടെ അവസാന യാത്ര എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിക്ക് അയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്താദർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധിപ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. ഇത് ആരുടേതാണ്? മലബാറിലെ സബ് കളക്ടർ ആയിട്ടുള്ള TH ബേബറുടെ കത്താണ്. ഓക്കെ, TH ബേബർ എഴുതിയതാണ്. പഴശ്ശിരാജയുടെ അവസാന യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ മാനന്തവാടിയിലാണ് പഴശ്ശിരാജയുടെ മൃതദേഹം കൊണ്ടുപോയത് എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പം മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഡേറ്റ് 1805 ഡിസംബർ 31. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇനി അടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നോക്കുക. അപ്പോൾ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. സാന്താൾ കലാപം എന്താണെന്ന് പറഞ്ഞു, പഴശ്ശി കലാപമൊക്കെ പറഞ്ഞു. ഇനി ഇങ്ങനെ കമ്പനി പട്ടാളത്തെ അടിച്ചമർത്തി അല്ലേ എല്ലാ ചെറുത്തുനിൽപ്പുകളും. ഓക്കെ, ചെറിയ ചെറിയ ചെറുത്തുനിൽപ്പുകളൊക്കെ നടത്തിയെങ്കിലും എല്ലാം എന്ത് ചെയ്തു? കമ്പനി പട്ടാളം അടിച്ചമർത്തി. 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. ഓക്കെ, 1857 ആവുമ്പോഴത്തേനും കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന കുറച്ച് വിഭാഗങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അതായത് ശിപ്പായിമാർ, ഓക്കെ, ശിപ്പായിമാർ എന്നാണ് അറിയപ്പെടുന്നത്. കമ്പനി പട്ടാളത്തിലുള്ള ഇന്ത്യൻ സൈനികർ അറിയപ്പെടുന്ന പേരെന്താണ്? ശിപ്പായിമാർ. ദത്താവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ 1857
സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെയാണ് പറയുന്നത്. കമ്പനി പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികർ, അതായത് ശിപ്പായിമാർ, ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. ഇനി ശിപ്പായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നു. അപ്പം എങ്ങനെയാണ് ശിപ്പായിമാരുടെ ജീവിതം, അതായത് കമ്പനിക്കാരുടെ പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? തുച്ഛമായ വേതനമായിരുന്നു അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം, ഇതെല്ലാം ശിപ്പായിമാർ അനുഭവിച്ച കാര്യങ്ങളാണ്. തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. പട്ടാളക്കാർക്കെതിരെ എന്താണ് വിതരണം ചെയ്തത്? എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെടിയുണ്ട. ഓക്കെ, എൻഫീൽഡ് തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അല്ലെങ്കിൽ വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് വാർത്ത പ്രചരിച്ചു. ഓക്കെ, അപ്പോൾ പട്ടാളക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു. അതിലുള്ള ഉപയോഗിക്കേണ്ട തിര അല്ലെങ്കിൽ വെടിയുണ്ടയിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചു എന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും പരന്നു. ഓക്കെ, ഇവർക്ക് കൊടുക്കുന്ന റൊട്ടിയിൽ എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്നുള്ള വാർത്തയും പരന്നു. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ കലാപത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് എൻഫീൽഡ് തോക്കുകളുടെ വിതരണം, അതിലെ തിര എന്ന് പറയുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചതാണെന്നും ഇവർക്ക് വിതരണം ചെയ്ത റൊട്ടി എല്ലുപൊടി ചേർത്ത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള ഈ പ്രചരണം തന്നെയാണ് പെട്ടെന്നുണ്ടായ ഒരു തുടക്കം എന്ന് പറയുന്നത്, കലാപത്തിന് തുടക്കം കുറിക്കാനായിട്ട് കാരണം. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധമുയർത്തിയത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഓക്കെ, ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെ ആയിരുന്നു. മംഗൾ പാണ്ഡെയുടെ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. അപ്പോൾ 1857 കലാപം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മീററ്റിലാണ് അല്ലെ. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്തു? അവർ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. ഓക്കെ, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു? കലാപം പടർന്നു. ഓക്കെ, എവിടേക്കാണ്? കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു. ഇനി ഓരോ പ്രദേശത്ത് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. കാൺപൂരിൽ നാനാ സാഹിബും, കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഓക്കെ, കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നേതൃത്വം കൊടുത്ത കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ. ബീഗം ഹസ്രത് മഹൽ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. ആരയിൽ ആരാണ്? കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. അപ്പോൾ ഈ പേരുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നേതൃത്വം കൊടുത്ത സ്ഥലവും അവരുടെ പേരും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ എന്ത് ചെയ്തു? റങ്കൂണിലേക്ക് നാടുകടത്തി. ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്? അതിനുള്ള കാരണങ്ങളാണ് കൊടുത്തത്.
ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഒത്തിരി പ്രദേശത്ത് നടന്നുവെങ്കിലും ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, കലാപകാരികളെക്കാളും നല്ല സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഓക്കെ, എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ കലാപകാരികൾക്ക് ലഭിച്ചിരുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. ഓക്കെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഓക്കെ, സമ്പന്നരായിട്ടുള്ള നാട്ടുരാജാക്കന്മാർ, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാർ മാത്രമാണ് കലാപത്തിന് എന്താണ് നേതൃത്വം നൽകാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സമ്പന്നരായിട്ടുള്ള നാട്ടുരാജാക്കന്മാർ കമ്പനിക്ക് പിന്തുണയാണ് നൽകിയത്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് സക്സസ് ആവാതിരിക്കാനായിട്ട് കാരണം. ഓക്കെ, ഇനി നോക്കാം. ലഗ്താ നഹി ഹേ ജി മേര ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ആരുടേതാണ്? ബഹദൂർ ഷാ സഫർ. ഓക്കെ, പറയുന്നതാണ് ലഗ്താ നഹി ഹേ ജി മേര എന്ന് അതിൽ പറയുന്നതാണ് ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെന്റൻസ് കൊടുത്തിട്ട് ആരുടേതാണ് എന്ന് ചോദിക്കാം. ബഹദൂർ ഷാ സഫർ. ഓക്കെ, ഇനി ഇവിടെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. മീററ്റ്, അവധ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി, അതായത് കലാപം നടന്ന പ്രദേശങ്ങളൊക്കെയാണ്. ഓക്കെ, പ്രധാന കേന്ദ്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. ഇനി പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. ഓക്കെ, സമരം പരാജയപ്പെട്ടു എങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് 1857 കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കാനായിട്ട് കാര്യം. ഓക്കെ, കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ബഹദൂർ ഷായെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു. അപ്പോൾ കലാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്തായിരുന്നു? മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ഒരു ഐക്യബോധം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചിട്ടില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പം സമരം പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം ഉണ്ടാക്കാൻ സഹായിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. നമ്മൾ പറഞ്ഞു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു, എല്ലാവരുടെയും ഇടയിൽ ഒരു ഐക്യബോധമൊക്കെ ഉണ്ടായി അല്ലേ. അപ്പോൾ അത് ഭരണ സംവിധാനത്തിൽ ഒത്തിരി മാറ്റം വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഓക്കെ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 7 ചാപ്റ്ററാണ് വരുന്നതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ പഠിച്ചു. ഇനി അടുത്ത ചാപ്റ്റർ വരുന്നത് 7ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ ചാപ്റ്ററാണ്, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കോളത്തിൽ ഇതെങ്ങനെ തന്നിട്ടുണ്ട്, അതായത് ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. സതി എന്ന് പറയുന്ന ആചാരത്തെ കുറിക്കുന്ന ഒരു സംഭവമാണ് തന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. AD 1612-16 കാലഘട്ടം. അപ്പോൾ കാലഘട്ടം എത്രയാണ്? AD 1612-16 കാലഘട്ടമാണ്. സൂറത്തിലെ ഒരു ദിവസം. അപ്പോൾ സൂറത്താണ് സ്ഥലം. ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ഏത് വിഭാഗമാണ്? ബനിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ശവശരീരം ദഹിപ്പിക്കാനായി അകലെയുള്ള ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു.
ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ. പരേതിന്റെ ഭാര്യയാകട്ടെ പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ആ സംഘത്തോടൊപ്പമുണ്ട്. വിവാഹ മണ്ഡപത്തിലേക്ക് എന്ന പോലെ ബന്ധുക്കളും തോഴിമാരും ചേർന്ന് അവളെ കൊണ്ടുപോകുന്നു. ശവശരീരം ചിതയിൽ വച്ചു 3 വട്ടം വലം വെച്ച് അവൾ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് ഭർത്താവിന്റെ ശിരസ് മടിയിൽ വെച്ചു. ഭർത്താവിനോടൊപ്പം അവൾ താമസിക്കാൻ പോവുകയാണ്. അതാണ് വിശ്വാസം. ഉണങ്ങിയ വിറകുള്ളികളും നെയ്യും എണ്ണയും അവൾക്കു ചുറ്റും കുമിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ അവൾക്കുമേൽ വർഷിച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. 10 വയസ്സിലധികം പ്രായമില്ലാത്ത അവൾ ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ടില്ല. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ അവൾ ചിതയിലെരിഞ്ഞു. അപ്പോൾ സതി എന്ന് പറയുന്ന ദുരാചാരത്തെ കുറിക്കുന്ന ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതിലാണ് ചെയ്തിട്ടുള്ളത്? വില്യം ഫോസ്റ്ററുടെ CIE ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 1619 എന്ന് പറയുന്നതിൽ വില്യം ഫോസ്റ്ററുടേതാണ്. അതിൽ വരുന്ന സതി എന്ന് പറയുന്ന ദുരാചാരത്തെക്കുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന ദുരാചാരത്തെക്കുറിച്ചാണ് മുകളിൽ വിവരിച്ചിട്ടുള്ളത്. നമുക്കത് വായിച്ചപ്പോൾ മനസ്സിലായി അല്ലേ? സതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ്? ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺ ശിശു ഹത്യ, അടിമത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു അല്ലെ? ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺ ശിശു ഹത്യ, അടിമത്തം എന്നിവയെല്ലാം നിലനിന്നിരുന്നു. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ 19-ാം നൂറ്റാണ്ടോടെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾക്കെതിരെയൊക്കെ 19-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ധാരാളം പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉളവാക്കിയ സാമൂഹ്യ ബോധവുമാണ് ഇതിന് പ്രേരകമായത്. അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്, സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം എന്നിവ ഇതിൻ്റെ പൊതു സ്വഭാവങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠിക്കാനായിട്ട് മെയിനായിട്ട് പഠിക്കാനുള്ളത് സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ സാമൂഹിക ഉന്നമനത്തിനും വേണ്ടിയും പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഓരോ വ്യക്തികളും അവർ നേതൃത്വം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അവർ തുടക്കം കുറിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. ആദ്യം രാജാറാം മോഹൻ റോയ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കുറേ കഴിഞ്ഞ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് രാജാറാം മോഹൻ റോയിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് അവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് രാജാറാം മോഹൻ റോയ്, നോട്ട് ചെയ്ത് വയ്ക്കാം. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ഓക്കെ, അപ്പോൾ സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് രാജാറാം മോഹൻ റോയ്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. അപ്പോൾ സതി നിരോധിച്ചത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. ഇതിന് പ്രധാന കാരണം രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം, അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്ഥിരം ചോദിക്കുന്നതാണ്. രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, സതി നിരോധിച്ചത് വില്യം ബെൻഡിക് പ്രഭു ആണ്. രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളായിരുന്നു അതിന് കാരണമായത്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് ബ്രഹ്മസമാജം എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ആ സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചു. ഓക്കെ, അദ്ദേഹം എന്താണ് വിശ്വസിച്ചിരുന്നത്? ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. അപ്പോൾ അതും നമുക്ക് ചോദിക്കുന്നതാണ്. ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. വില്യം ബെൻഡിക് പ്രഭു എന്താണ് ചെയ്തത്? സതി നിരോധിച്ചത് അല്ലേ? സതി നിരോധിച്ചത് വില്യം ബെൻഡിക് പ്രഭുവാണ്. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക രാജാറാം മോഹൻ റോയെ കുറിച്ച്. അടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് നോക്കുമ്പോൾ ജാതി വ്യവസ്ഥയെയും
വിഗ്രഹ ആരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, അപ്പൊ ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഈ ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. അപ്പൊ ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യ സമാജം. ഓക്കെ, വേദങ്ങളിലേക്ക് മടങ്ങുക എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. അപ്പൊ ഇവിടെ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടുന്നത്? ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച നവോത്ഥാന നായകൻ സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് ഓർത്തിരിക്കുക. അടുത്തത് ജ്യോതിറാവു ഫൂലെ. ഓക്കെ, ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. അപ്പോൾ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫൂലെ. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. ഓക്കെ, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. അദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പ്രാമുഖ്യം നൽകിയിരുന്നു. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫൂലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പണ്ഡിത രമാബായ്. പണ്ഡിത രമാബായിനെ കുറിച്ച് പഠിക്കാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച രമാബായ് സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. അപ്പോൾ ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായ് ആണ്. അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായികയാണ് രമാബായ്. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. അപ്പൊ വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചത് ആരാണ്? പണ്ഡിത രമാബായ് ആണ്. ഓക്കെ, അപ്പൊ ആര്യ മഹിളാ സഭ സ്ഥാപിച്ചു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. അപ്പൊ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. അപ്പൊ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായും ശ്വസിച്ച് ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. എന്താണ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ട് ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. അപ്പോൾ ഈ സെന്റൻസ് തന്നിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കാം. സർ സയ്യിദ് അഹമ്മദ് ഖാന്റേതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അലിഗഡ് മുസ്ലിം സർവകലാശാല അല്ലെങ്കിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് സ്വാമി വിവേകാനന്ദൻ. ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാമി വിവേകാനന്ദൻ ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഓക്കെ, അപ്പം ഇങ്ങനെ പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. എന്താണ് പറഞ്ഞത് അദ്ദേഹം? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത്. ഓക്കെ,
ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. ഓക്കെ, ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് എന്താ? രാമകൃഷ്ണ മിഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ഓക്കെ, അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നവോത്ഥാന നായകരും പ്രസ്ഥാനവും പ്രധാന പ്രവർത്തനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കോളം നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അടുത്തത് മാറുന്ന ജനത. ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസാഹോദര്യത്തിന്റെ കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ഓക്കെ, എല്ലാ പരിഷ്കർത്താക്കളും ഒരുപോലെ ഊന്നിപ്പറഞ്ഞത് എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ്. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാന ബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. ഇങ്ങനെ ഇന്ത്യൻ ജനതയിൽ ഒരു പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്കുവഹിച്ചു. ഓക്കെ, അത് വായിച്ചപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇനി ദേശീയ ബോധം വളരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ നായകന്മാരും ഒക്കെയാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ പുതിയ ഒരു അവബോധം സൃഷ്ടിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സഹായിച്ചു. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണെന്ന ബോധമുളവാക്കാൻ നമ്മൾ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ സഹായകമായി എന്നാണ് പറയുന്നത്. അപ്പോൾ മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ഈ ബോധമാണ് ഇന്ത്യൻ ദേശീയത. എന്താണ് ഇന്ത്യൻ ദേശീയത? മതപരവും ഭാഷാപരവും പ്രാദേശികവുമായിട്ടുള്ള വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു ബോധം, അതാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. അടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ. പക്ഷേ എല്ലാറ്റിലും ഏറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ, അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിലുള്ള ജനമാണ് ഭാരത മാതാവ്. അവരുടെ ജയം എന്ന് വെച്ചാൽ ഈ ജനത്തിന്റെ ജയം എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ഭാരതമാതാവിന്റെ അംശങ്ങളാണ്. ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞ് ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചാലത്തെ പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ വരുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നോക്കുക. ദേശീയബോധം വളർന്നതോടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടി. ഇനി ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ആരൊക്കെയാണ് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ എന്നിവരാണ്.
അടുത്തത് സംഘടനകളുടെ രൂപീകരണം. ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിന്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഏതൊക്കെയാണ്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവയാണ്. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആണെങ്കിലും പൂന സാർവജനിക് സഭയാണെങ്കിലും ഇന്ത്യൻ അസോസിയേഷൻ ആണെങ്കിലും പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ട ആവശ്യം അതുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ അങ്ങനെ വന്ന ഒരു സംഘടനയാണ്, അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, ഉദയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം എന്ന് പറയുന്നത് 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ് വിശാലമായ മുറി. അപ്പോൾ 1885 ഡിസംബർ 28 വിത്ത് ഡേറ്റ് ഓർത്തിരിക്കുക. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജാണ്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരിക്കുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചുകൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1885 ഡിസംബർ 28 എവിടെ വെച്ചാണ്? ബോംബെയിൽ വെച്ചാണ്. ബോംബെയിൽ എവിടെയാണ്? തേജ്പാൽ സംസ്കൃത കോളേജാണ്. എത്ര പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്? 72 പേരാണ്. ആരായിരുന്നു അധ്യക്ഷൻ? WC ബാനർജി ആയിരുന്നു. ഇങ്ങനെ ഒരു യോഗം ചേർത്തത് ആരാണ്? A.O. ഹ്യൂം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരു പോയിന്റും വിട്ടുകളയരുത്, എല്ലാം പഠിച്ചു വെക്കാം. ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വേർഡ്സ് ആണ്? WC ബാനർജിയുടെ വേർഡ്സ് ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആണ്. അപ്പോൾ അവരുടെ ഫോട്ടോ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായ ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതോടു കൂടിയിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഒരു സംഘടിത സ്വഭാവം വന്നു. അപ്പോൾ ഇതുപോലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനം. അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനം അതിൻ്റെ സമരരീതിയുടെ അടിസ്ഥാനത്തിൽ 3 ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മിതവാദ ദേശീയതയുടെ ഘട്ടം, തീവ്ര ദേശീയതയുടെ ഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. മിതവാദം, തീവ്രദേശീയത, ഗാന്ധിയൻ കാലഘട്ടം എന്നിങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ദേശീയ പ്രസ്ഥാനങ്ങളെ തിരിച്ചിട്ടുള്ളത്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടേതായിരുന്നു. അപ്പോൾ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അവരിൽ പ്രമുഖരായിരുന്നു ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. അപ്പോൾ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. അതിൽ വരുന്നത് ആരൊക്കെയാണ്? ദാദാബായ് നവറോജി,
ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരാണ്. ഇനി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദാരിദ്ര്യമായത് എങ്ങനെയാണെന്ന് ഇവർ പഠിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായിട്ടുള്ള അടിത്തറ നൽകിയത്. ഇനി അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോർച്ചാ സിദ്ധാന്തം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദാദാഭായ് നവറോജിയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നോക്കി വയ്ക്കുക. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ, ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് ബംഗാൾ വിഭജനം. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ഓക്കെ, ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. അപ്പോൾ ബംഗാൾ കേന്ദ്രമാക്കിയിട്ടാണ് ആര് പ്രവർത്തിച്ചിരുന്നത്? ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ കൂടി അവർ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ അവർ എതിർത്തുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ റിസ്ലെ പറഞ്ഞതാണ്. ആരാണ്? 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെയുടെ വാക്കുകളാണ് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് റിസ്ലെ പറഞ്ഞു. അല്ലെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്ന ശക്തിയാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ വൈസ്രോയി ആയിട്ടുള്ള കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. ഇവിടെ നിന്നും എത്ര ചോദ്യം കിട്ടും? ബംഗാൾ വിഭജനം നടത്തിയ പ്രഭു ആരാണ്? കഴ്സൺ പ്രഭു ആണ്. ഏത് വർഷമാണ്? 1905 റിസ്ലെ പറഞ്ഞ വാക്കുകളും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു 1905. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് എന്നുള്ളത് സ്ഥിരം ചോദിക്കുന്നതാണ്. കഴ്സൺ പ്രഭു ആണ്. വർഷം 1905. ഓക്കെ, ഇനി നോക്കുക. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും എതിർത്തു. ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായി ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാകുന്നതുമായ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഈ വേർഡ്സ് നോട്ട് ചെയ്ത് വച്ചേക്കാം. ഓക്കെ, ഇനി ബംഗാൾ ജ്വലിക്കുന്നു. വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കി മറിച്ചു. ഏതെല്ലാം രീതിയിലാണ് അവർ അത് പ്രതികരിച്ചത് എന്നുള്ളതാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ ഏതെല്ലാം രീതിയിലാണ് പ്രതികരിച്ചത്? എന്തൊക്കെയാണ്? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധം. എന്തൊക്കെയാണ്? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഇനി ഇവിടെ നോക്കുക, പഞ്ചസാരയ്ക്കും വിലക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന ജനവിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഓക്കെ, എന്താണ്? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നതാണ് ബംഗാൾ വിഭജന ജനവിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയായിട്ടുള്ള വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനമുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകിയിട്ടുള്ള
വിരുന്നു സൽക്കരിക്കുന്ന വിവാഹങ്ങളടക്കം ബഹിഷ്കരിക്കാൻ എന്തുണ്ടായിരുന്നു? ആഹ്വാനമുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധം ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സമരത്തിന്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ ഗവൺമെന്റിന് ബംഗാൾ വിഭജന തീരുമാനം എന്ത് ചെയ്യേണ്ടി വന്നു? പിൻവലിക്കേണ്ടി വന്നു. ഓക്കെ, അടുത്തത് നോക്കുക, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെട്ടു. നമ്മൾ 1885 മുതൽ ബംഗാൾ വിഭജനം നടന്ന 1905 വരെ മിതവാദീയ ഘട്ടമാണെന്ന് പറഞ്ഞു. അതിൽ വരുന്ന ആളുകളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ഇനി അടുത്തത്, ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളുടെ ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടമാണ് എന്ത്? ബംഗാൾ വിഭജനം കഴിഞ്ഞുള്ള ആ കാലഘട്ടമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിൽ വരുന്നത് ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ, ലാല ലജ്പത് റായ് എന്നിവരായിരുന്നു. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അവരുടെ പേര് നോക്കൂ. ബാലഗംഗാധര തിലക്, അവിടെ ഒരു ബാലുണ്ട് അല്ലേ. ബിപിൻ ചന്ദ്ര പാൽ, അവിടെ ഒരു പാലുണ്ട്. ലാല ലജ്പത് റായ്, അവിടെ ഒരു ലാലുണ്ട്. അപ്പോൾ അവരെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പോൾ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലുള്ളവർ ആരൊക്കെയാണ്? ലാൽ പാൽ ബാൽ, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ, ലാല ലജ്പത് റായ് എന്നിവരാണ്. ഓക്കെ, തീവ്ര ദേശീയവാദികളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ഓക്കെ, അപ്പോൾ തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവാരാണ്? ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ലോകമാന്യ എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങളാണ് മറാത്തയും കേസരിയും. അപ്പോൾ മറാത്ത, കേസരി എന്ന് പറയുന്ന ആരുടെ പത്രമാണ്? ബാലഗംഗാധര തിലകിൻ്റെതാണ്. നമ്മൾ പത്രങ്ങളും അത് സ്ഥാപിച്ച വ്യക്തികളും അല്ലെ കോഡൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ മറാത്തയും കേസരിയും ആരുടെ പത്രങ്ങളാണ്? ബാലഗംഗാധര തിലകിൻ്റെതാണ്. ഓക്കെ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ മറാത്ത, കേസരി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പത്രങ്ങളും സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം മിതവാദി നേതാക്കൾ ആരൊക്കെയാണെന്ന് പഠിച്ചു, തീവ്ര ദേശീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോൾ ആ കോളം ഫില്ല് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ. ഓക്കെ, ചെയ്തു നോക്കാം. അടുത്തത് സർവേന്ത്യ മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. ഓക്കെ, ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് എന്ത് രൂപം കൊള്ളുന്നത്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. 1906 ധാക്കയിൽ വെച്ച് ആഗാഖാനും നവാബ് സലീമുല്ല ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. അപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം 1906 ഓക്കെ, ബംഗാൾ വിഭജനം കഴിഞ്ഞ് അടുത്ത വർഷം 1906 ധാക്കയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ആരൊക്കെ ചേർന്നാണ്? ആഗാഖാനും നവാബ് സലീമുല്ല ഖാനും കൂടെ ചേർന്നിട്ടാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. ഓക്കെ, അടുത്തത് സൂറത്ത് പിളർപ്പ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്? ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് എന്ത് സംഭവിച്ചു? മിതവാദികളും ആരൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ, തീവ്രവാദികളും ആരൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞല്ലേ, ലാൽ പാൽ ബാൽ. അപ്പോൾ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. അപ്പോൾ 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് എവിടെയാണ്? സൂറത്തിൽ വച്ചിട്ടാണ് നടക്കുന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. അപ്പോൾ 1907 സൂറത്തിൽ വെച്ചുള്ള കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനത്തിൽ വച്ചിട്ടാണ് കോൺഗ്രസ് പിളരുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇനി ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ.
ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയം ഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയം ഭരണം നൽകും എന്നുള്ള പ്രതീക്ഷയിൽ എന്ത് ചെയ്തു? കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബെസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ കോൺഗ്രസ് യുദ്ധത്തിൽ ആരെ പിന്തുണച്ചു? ബ്രിട്ടനെ പിന്തുണച്ചു. അപ്പോൾ ഈ സമയത്ത് ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകും ആനി ബെസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനം. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകും ആനി ബെസന്റും കൂടെ ചേർന്നിട്ടാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആര്? ആനി ബെസന്റ്. 1916 ഹോം റൂൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബെസന്റ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനം 1916 വന്നു അല്ലേ. അപ്പോൾ ഇത് സജീവമായി നിൽക്കുന്ന സമയത്ത് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടക്കുന്നു. അപ്പോൾ 1916 ലക്നൗ സമ്മേളനം നടക്കുന്നത്. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സൂറത്ത് സമ്മേളനത്തിൽ 1916 ലക്നൗ സമ്മേളനം നടന്നു. അപ്പോൾ സൂറത്ത് സമ്മേളനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മിതവാദികളും തീവ്ര ദേശീയവാദികളും രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. സർവേന്ത്യ മുസ്ലിം ലീഗ് എപ്പോഴാണ് വന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവരുമായിട്ട് സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു പോകുമ്പോൾ നമുക്കൊരു സ്റ്റോറി പഠിക്കുന്ന പോലെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം കൺഫ്യൂഷനൊന്നും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലിരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ഈ ഫുൾ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ തറോ ആയിട്ട് കിടന്നോളും. ആണല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളിത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു നോട്ട്സും കൂടെ എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ടൈമിൽ നല്ല രീതിയിൽ പ്രയോജനമാകും. ആണല്ലോ. അപ്പോൾ നോക്കുക എന്ത് സംഭവിച്ചു? സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്രദേശീയവാദികളും എന്ത് ചെയ്തു? ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി. സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ്. അത് നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. 9ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോളം തന്നിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് വായിക്കാം. വൈക്കം ബോട്ടുജെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കിത്തിരക്കി ജനക്കൂട്ടത്തിൻ്റെ മുന്നിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. 1000 കണ്ഠങ്ങളിൽ നിന്ന് ആ ശബ്ദം ഉയർന്നു. കടലിരമ്പുന്നത് മാതിരി മഹാത്മാഗാന്ധി കീ ജയ്. അർദ്ധനഗ്നനായ ഫക്കീർ പല്ല് പോയ മോണ കാട്ടി ചിരിച്ചു. അപ്പോൾ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് കിട്ടും അല്ലെ. അർദ്ധനഗ്നനായ ഫക്കീർ പല്ല് പോയ മോണ കാട്ടി ചിരിച്ചു. തൊഴുകയോടെ കരക്കിറങ്ങി തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വല്ലാത്ത ആരവം. ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം. ലോകവന്ദ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ച് വീണു പോകുമെന്ന് എനിക്ക് തോന്നി. ആരെങ്കിലും കണ്ടാലോ? എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി. എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ട്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവ കഥയിൽ നിന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് അമ്മ എന്ന് പറയുന്ന
അനുഭവ കഥയിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കുക, ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദ ദേശീയതയുടെയും തീവ്ര ദേശീയതയുടെയും കാലഘട്ടം നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു മിതവാദം, അതുപോലെ തന്നെ തീവ്ര ദേശീയ കാലഘട്ടം പഠിച്ചു. ഗാന്ധിജിയുടെ വരവോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിച്ചു. ഗാന്ധിജിയുടെ വരവോടെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു, തീവ്ര ദേശീയതയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു. ഇനിയാണ് ഗാന്ധിജിയുടെ വരവോടെയാണ് അടുത്ത കാലഘട്ടം. ഏതാണ്? ഗാന്ധിയൻ കാലഘട്ടം. നമ്മൾ 3 കാലഘട്ടമായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞല്ലേ? അപ്പൊ അതിൽ മിതവാദ ദേശീയതയുടെ കാലഘട്ടം പഠിച്ചു, തീവ്ര ദേശീയതയുടെ കാലഘട്ടം പഠിച്ചു. ഗാന്ധിജിയുടെ വരവോടെയാണ് എന്ത്? മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത്. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം. ഇനി ഗാന്ധിയുടെ ആഗമനത്തെ കുറിച്ചാണ് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിനു ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോഴാണ്? 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു. ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരോട് സംവദിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമര രീതി രൂപപ്പെടുത്തി. ഓക്കെ, അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പുതിയ സമരരീതി ഗാന്ധിജി രൂപപ്പെടുത്തി. ആശയപ്രചരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. അപ്പോൾ സബർമതി ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. എവിടെയാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഓക്കെ, ഒരു ഓർഡർ ആയിട്ട് ഒരു സ്റ്റോറി പോലെ നമ്മളിപ്പോൾ ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പോ എങ്ങനെ ആയിക്കോട്ടെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഗാന്ധിയൻ കാലഘട്ടം തുടങ്ങിയല്ലേ? അപ്പോൾ ഗാന്ധിയുടെ ആഗമനത്തോടു കൂടിയാണ്. എപ്പോഴാണ് ഗാന്ധിജി ഇന്ത്യയിലെത്തിയത്? 1915 ജനുവരി 9 നമ്മൾ പറഞ്ഞു. ലളിതമായ ജീവിത രീതിയിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും എല്ലാം ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയ സമരരീതി രൂപപ്പെടുത്തി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം എന്ത് ചെയ്തു? സബർമതി ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ സബർമതി ആശ്രമം എവിടെയാണ്, ആരാണ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യവും ഗാന്ധിജി ഇന്ത്യയിലെത്തിയ കാലഘട്ടവും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു കോളം തന്നിട്ടുണ്ട്, നോക്കുക. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യാഗ്രഹത്തിന്റെ അർത്ഥം എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു, എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല. തിന്മ ചെയ്യുന്നവന്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ സത്യാഗ്രഹം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുമ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓക്കെ, വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടമുടമകളായിട്ടുള്ള വെള്ളക്കാർ
ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. ഇങ്ങനെയും ചോദിക്കാറുണ്ട്. എങ്ങനെ? ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരായി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. അല്ലെങ്കിൽ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? 1917 ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. അതിന്റെ ഫലമായി അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടത്തി അല്ലെ, നീലം കർഷകരെ തോട്ടമുടമകളായിട്ടുള്ള വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരായിട്ട് ചമ്പാരൻ സത്യാഗ്രഹം 1917 നടന്നു. അതിന്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി. 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു. അപ്പൊ ആദ്യത്തെ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്തത് 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചത്. ഓക്കെ, അപ്പൊ അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918 ഓക്കെ, 17 ചമ്പാരൻ സത്യാഗ്രഹം, 18 തുണിമിൽ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഇത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? 1918 ഗാന്ധിജി നടത്തിയ അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. ഓക്കെ, അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. അതേ വർഷം, ഏതേ വർഷം? 1918 തന്നെ ഗുജറാത്തിലെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഖേഡയിലെ നികുതി നിഷേധ സമരം നടന്ന വർഷവും ഏതു തന്നെയാണ്? 1918 തന്നെയാണ്. അപ്പോൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്തിനാണ്? നീലം കർഷകരുടെ കാര്യം അല്ലെ. ദെൻ 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടക്കുന്നു. അതേ വർഷം 1918 ഖേഡയിൽ, ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 സമരങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സ്ഥിരം ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി പൗരാവകാശത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ പത്രത്തിൻ്റെ കട്ടിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. നോക്കുക. ജനക്കൂട്ടത്തെ യന്ത്ര തോക്കുകൊണ്ട് വെടിവെക്കുക, അറസ്റ്റ് ചെയ്ത ജനങ്ങളെ മുട്ടിലിഴയ്ക്കുക, ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, ജനങ്ങളെ ജോഡികളാക്കി കൈവിലങ്ങണിയിച്ച് പൊതുനിരത്തിൽ നിർത്തുക, വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടിയടിക്കുക, സ്വത്തുകൾ പിടിച്ചെടുക്കുക, സ്കൂളിലെ ഏറ്റവും വലിയ കുട്ടികളെ മറ്റു കുട്ടികളെക്കാൾ വലിപ്പമുണ്ടെന്ന കാരണത്താൽ ചാട്ടവാറടിക്കുക, ഇന്ത്യക്കാരുടെ വീടുകളിൽ പങ്കുകൾ അഴിച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക, ആളുകളെ കൈവിലങ്ങണിയിച്ച് ഒന്നിച്ചു കയറുകെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഒരു കൊളാഷ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് സ്വീകരിച്ച മനുഷ്യത്വരഹിത നടപടികളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ഏത് രീതിയിലൊക്കെയാണ് പെരുമാറിയത് എന്നുള്ളതാണ് ഈ കൊളാഷിലൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് വായിച്ചു നോക്കുക. ജനക്കൂട്ടത്തെ യന്ത്രത്തോക്കുകൊണ്ട് വെടിവെക്കുക, അറസ്റ്റ് ചെയ്ത ജനങ്ങളെ മുട്ടിലിഴയ്ക്കുക, സ്വത്തുകൾ പിടിച്ചെടുക്കുക, ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടി അടിക്കുക, ഇന്ത്യക്കാരുടെ വീടുകളിലെ പങ്കുകൾ അഴിച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യത്വരഹിത നടപടികളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് സ്വീകരിച്ചത്. ഇനി ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലത്ത് നിയമം. ഓക്കെ, അപ്പോൾ റൗലത്ത് നിയമം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ കൊണ്ടുവന്ന ഒരു കരി നിയമമാണ് റൗലത്ത് നിയമം എന്ന് പറയുന്നത്. ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് എന്തൊക്കെ അധികാരങ്ങളാണ് നൽകിയിരുന്നത്? നോക്കുക. റൗലത്ത് നിയമം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയിട്ടുള്ള അധികാരങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം,
കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൽ വരാത്തതേത് എന്നൊക്കെ നമുക്ക് ചോദ്യം വരാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട്. അപ്പോൾ നോക്കുക, ഏതൊക്കെയാണ് റൗലത്ത് നിയമത്തിന്റെ കീഴിൽ വരുന്ന ബ്രിട്ടീഷ് സർക്കാരിനുള്ള അധികാരങ്ങൾ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ നിയമത്തിനെതിരെ ജനങ്ങൾ എന്ത് ചെയ്തു? പ്രക്ഷോഭം ആരംഭിച്ചു. ഓക്കെ, റൗലത്ത് നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. ഓക്കെ, പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പോൾ കരിദിനം ആചരിച്ചത് എന്നാണ്? 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാനായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. അത്ഭുതപൂർവമായിട്ടുള്ള പ്രതികരണമാണ് ഈ ആഹ്വാനത്തിന് ലഭിച്ചത്. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി. ഓക്കെ, അപ്പോൾ പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ സത്യപാൽ അതുപോലെ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ എന്ത് ചെയ്തു? ജനങ്ങൾ ഒത്തുകൂടി. 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. നിരായുധരായ ജനങ്ങൾക്കു നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ചു. മുറിവേറ്റവർ അതിലേറെയായിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 1919 ഏപ്രിൽ 16 കരിദിനം ആചരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ പഞ്ചാബിലെ എന്താണ്? ജാലിയൻ വാലാബാഗിൽ വെച്ചിട്ട് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അനുബന്ധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന പദവി തിരിച്ചു നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക, ചോദിക്കുന്നതാണ്. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ധീരനായ ഉദ്ധം സിംഗിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആരാണ് ഉദ്ധം സിംഗ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്നു ആര്? ബാലനായിട്ടുള്ള ഉദ്ധം സിംഗ്. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയപ്പോൾ ഉദ്ധം സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള ദൃക്സാക്ഷിയായിരുന്നു ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ബാലൻ. അപ്പോൾ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയർ, അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മൈക്കിൾ ഒ ഡയർ ആണ്. അപ്പോൾ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ്? ഉദ്ധം സിംഗ് ഇംഗ്ലണ്ടിൽ ചെന്ന് വധിക്കുകയാണ്. അതിനുശേഷം 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കഴിഞ്ഞു. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ, അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഖലീഫ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. ഓക്കെ, അപ്പോൾ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആരാണ്? ഖലീഫയാണ്.
ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്? യുദ്ധത്തിൽ ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് മൗലാന ഷൗക്കത്ത് അലി. ആരൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. അപ്പൊ ഇവർ അലി സഹോദരന്മാരാണ്. അലി സഹോദരന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. റൗലത്ത് നിയമം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാനായിട്ട് എന്ത് സഹായിച്ചു? ഖിലാഫത്ത് പ്രസ്ഥാനം സഹായിക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. അപ്പോൾ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? ഗാന്ധിജി. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. അപ്പോൾ ഖിലാഫത്ത് ദിനം എന്നാണ്? 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. അപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വന്നൊരു ഏരിയ ആണ് അല്ലേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. അപ്പോൾ നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 കൽക്കത്ത സമ്മേളനമാണ്. 1920 കൽക്കത്ത സമ്മേളനമാണ് എന്തിന്? നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം എഴുതി. എന്താണ് എഴുതിയത്? ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. അപ്പൊ നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്താണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നാണ് അതിൽ എഴുതിയത്. അപ്പോൾ നിസ്സഹകരണ സമരം 2 തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് 2 തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. ഒന്ന് എന്താണ്? ബഹിഷ്കരണ പ്രവർത്തനങ്ങളും 2 ക്രിയാത്മക പ്രവർത്തനങ്ങളും. അപ്പോൾ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം എല്ലാം ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. വിദേശ വസ്ത്ര ബഹിഷ്കരണം, കോടതി ബഹിഷ്കരണം, പദവികൾ ഉദ്യോഗങ്ങൾ എന്നിവ ഉപേക്ഷിക്കൽ, നികുതി നിഷേധം ഇതെല്ലാമാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ വരുന്നത്. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ വരുന്നത് എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. അപ്പം നിസ്സഹകരണ സമരത്തിന്റെ 2 തരം കർമ്മ പരിപാടികളിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിസ്സഹകരണ സമരം കംപ്ലീറ്റ് ആയി. ഇനി മലബാർ കലാപമാണ്. അപ്പോൾ മലബാർ കലാപം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921 മലബാർ കലാപം. അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1921 മലബാർ കലാപം നടക്കുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപമാണ് 1921 മലബാർ കലാപം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു. അപ്പോൾ മലബാറിലെ കർഷകർ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്,
ഉയർന്ന പാട്ടം തുടങ്ങിയിട്ടുള്ള ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് ആരനുഭവിച്ചു? മലബാറിലെ കർഷകർ നേരിട്ടു. ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജന്മിമാര് കർഷകരെ ദ്രോഹിക്കുന്നതിന് ആര് പിന്തുണച്ചു? ബ്രിട്ടീഷുകാർ പിന്തുണയ്ക്കുകയും ഈ സമയത്താണ് നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും എല്ലാം സജീവമാകുന്നത്. ഗാന്ധിജി എന്ത് ചെയ്യാണ്? മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിക്കുകയാണ്. ഓക്കെ, മൗലാന ഷൗക്കത്ത് അലി ആരാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളിൽ ഒരാളാണ് അല്ലേ, അലി സഹോദരന്മാരിൽ ഒരാളാണ്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. കർഷകരിൽ അധികവും ആരായിരുന്നു? മാപ്പിളമാർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആയിരുന്നു. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിച്ചത്? അതായത് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് ഈ മലബാർ കലാപത്തിൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് എന്ത് ചെയ്തു? കർഷകർക്കിടയിൽ രൂക്ഷമായി നിലനിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദ്, അയാളെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഖിലാഫത്ത് നേതാവായിട്ടുള്ള ആലി മുസ്ലിയാരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. എവിടേക്കാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പൊ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ആലി മുസ്ലിയാർ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരാണ്. അവരെ ബ്രിട്ടീഷുകാർ വധിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇവിടെ ഒരു പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേര് നമ്മൾ പഠിച്ചില്ല. അപ്പൊ പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. അത് നമ്മൾ അവിടെ ഓർത്തിരിക്കണം. അടുത്തത് വാഗൺ കൂട്ടക്കൊലയാണ്. വാഗൺ കൂട്ടക്കൊല എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്ക് നോക്കാം. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ നമ്മൾ പറഞ്ഞു മലബാർ കലാപത്തിൽ കുറെ പേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം ആളുകളെ എന്ത് ചെയ്തു? തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ അല്ലെങ്കിൽ ഒരു ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണനു വേണ്ടി പിടഞ്ഞു. ഓക്കെ, കാറ്റൊന്നും കടക്കാതെ ഉള്ള തീവണ്ടിയാണ്, അപ്പോൾ അവർ പ്രാണന് വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തിപ്പറിക്കുവാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത പോത്തന്നൂരിൽ എത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വാഗൺ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10 എന്താണ് സംഭവം? മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ എന്ത് ചെയ്തു? കുത്തി നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ വായു കടക്കാത്ത വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? മരണവെപ്രാളം ഉണ്ടായി. അവർ അന്യോന്യം മാന്തി പറിക്കാനൊക്കെ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് തുറന്നു നോക്കുമ്പോൾ 72 പേരോളം മരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. അപ്പോൾ വാഗൺ കൂട്ടക്കൊല എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചിത്രങ്ങളും സംഭവങ്ങളും പ്രധാനപ്പെട്ട വിവരങ്ങളും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോളം നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലേ, അപ്പം അതൊന്ന് ഫില്ല് ചെയ്യാം. അടുത്തത് ചൗരി ചൗര സംഭവമാണ്.
ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. എവിടെയാണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കേട്ടോ, വർഷം ഓർത്തിരിക്കുക. 1922 കർഷകർ സംഘടിച്ചു. 3000-ലധികം വരുന്ന നിരായുധരായിട്ടുള്ള കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുലരായിട്ടുള്ള ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിക്കാനായിട്ട് ഉണ്ടായ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചൗരി ചൗര സംഭവമാണ്. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ എന്ത് ചെയ്തു? 1922 കർഷകർ സംഘടിച്ചു. അപ്പോൾ ഈ കർഷകർ എന്ന് പറയുമ്പോൾ ഒരു 3000-ലധികം കർഷകർ ഉണ്ടാവും. അവരെങ്ങനെയായിരുന്നു? നിരായുധരായിരുന്നു, ആയുധമൊന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കർഷകരുടെ ജാഥയ്ക്ക് നേരെ എന്ത് ചെയ്തു? പോലീസ് വെടിവെച്ചു. അപ്പോൾ ജനക്കൂട്ടം എന്ത് ചെയ്യും? പോലീസ് വെടിവെച്ചപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ദേഷ്യം വന്നു. അവരെന്ത് ചെയ്തു? സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. തീയിട്ടു. അങ്ങനെ ആ തീയിട്ടതിൽ 22 പോലീസുകാർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അപ്പോൾ അഹിംസയ്ക്കെതിരാണല്ലോ ഈ കൊലപാതകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോലീസുകാർ കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് ഇത് അഹിംസാ സമരതത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹകരണ സമരം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അപ്പം ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്താനായിട്ട് ഇടയാക്കിയ സംഭവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചൗരി ചൗര സംഭവമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1924 എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ കാരണം എന്താണ്? വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ ആർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ല? അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു. അപ്പോൾ ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വർഷം 1924. ഇതിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ, സ്ഥിരം PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് സവർണ ജാഥ നടക്കുന്നത്. പൊതു ഇടങ്ങളിലെ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത്. സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലേ? ഗാന്ധിജി വൈക്കത്ത് എത്തിയ കാര്യം. അപ്പോൾ ഇത്രയാണ് വൈക്കം സത്യാഗ്രഹം. വർഷം 1924. അവർണ ജാതിക്കാർക്കും എല്ലാ ജാതിക്കാർക്കും വഴിയിലൂടെ, വൈക്കം ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ നടക്കാനായിട്ടുള്ള അവകാശം വേണം എന്നതിനെ ചൊല്ലി തുടർന്ന് ഉണ്ടായ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി സവർണ ജാഥ എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്, നോക്കുക. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മിഭായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. അപ്പോൾ സവർണ ജാഥ എന്താണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് തൂക്കുകയറിനെ ഭയക്കാത്തവർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും നടന്നിട്ടുണ്ട്. ഗാന്ധിയൻ സമരമുറകൾ എന്ന് പറയുമ്പോൾ അഹിംസയാണ് അല്ലേ? അപ്പോൾ അതിന് സമാന്തരമായി തന്നെ നിരവധി സായുധ സമരങ്ങൾ, സായുധം എന്ന് പറയുമ്പോൾ ആയുധത്തോട് കൂടിയിട്ടുള്ള സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു.
അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ആരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് മുതലായവർ. ഇവർ രൂപീകരിച്ച സംഘടനകളായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. അപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് മുതലായവരാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഒരു നുള്ള ഉപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കുക, 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ 1929 ലാഹോർ സമ്മേളനത്തിൽ വച്ചിട്ടാണ് നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് ഗാന്ധിജി തീരുമാനിക്കുന്നത്. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നയങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഓക്കെ, ഉപ്പ് ഉണ്ടാക്കാനായിട്ട് ഇന്ത്യക്കാർ എന്ത് ചെയ്യണം? നികുതി നൽകണം. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു. ഉപ്പുണ്ടാക്കണമെങ്കിൽ നികുതി കൊടുക്കണം. ആ നികുതി എന്ത് ചെയ്തു? അത് ഇരട്ടിയാക്കി. അപ്പോൾ ജനരോഷം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഈ ഉപ്പു നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു. എന്താണ്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് ഗാന്ധിജി പറഞ്ഞു. 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറി. ഇപ്പോൾ 1930 ഉപ്പ് സത്യാഗ്രഹം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ദണ്ഡി യാത്രയിലെ മലയാളികൾ, ഇവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ. ഇതിൽ നമുക്ക് താഴെ തന്നിട്ടുള്ളവയിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികളിൽ പെടാത്തത് ആരാണ്? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ്. ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും സമരരംഗത്ത് സജീവമായിരുന്നു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. ഓക്കെ, കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയുമാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ. ഓക്കെ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ പയ്യന്നൂരും കോഴിക്കോടും, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പു നിയമലംഘനം നടന്നത്. അപ്പോൾ ഉപ്പു നിയമലംഘനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കോഴിക്കോട് കടപ്പുറത്ത് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ള എന്നിവരാണ്. ഓക്കെ,
മുഹമ്മദ് അബ്ദുറഹിമാൻ, പി കൃഷ്ണപിള്ള എന്നിവരാണ് കോഴിക്കോട് നേതൃത്വം നൽകിയത്. എന്നിവർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. ഉപ്പു സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിക്കത്തിച്ചു. അപ്പോൾ വർഷം ഓർത്തിരിക്കുക. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കോഴിക്കോട് ആരാണ് നേതൃത്വം നൽകിയത്? കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധന, സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു. അപ്പോൾ ഗാന്ധിയൻ ആശയമായിട്ടുള്ള സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടു കൂടി അയിത്തോച്ചാടനം, ആരാധന, സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. ഇവിടെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റായിരുന്ന സാമൂതിരി നിരസിച്ചു. അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ എന്നിവരും ഇതിന് നേതൃത്വം നൽകി. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നിരാഹാര സമരം ഇരുന്നത് ആരാണ്? കെ കേളപ്പനാണ്. പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ എന്നിവരും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണമായി. ഓക്കെ, അപ്പോൾ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് മനസ്സിലായി. അടുത്തത് അംബേദ്കറും പൂന സന്ധിയും. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ, ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകുമെന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു. ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്ത ജാതിക്കാരുടെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു. ഓക്കെ, അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു. അധസ്ഥിതർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമാകും എന്നതുകൊണ്ട് അവരെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗമായി പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർത്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ചു. ഇതാണ് പൂന സന്ധി എന്നറിയപ്പെടുന്നത്. 1932 പൂന സന്ധി നടക്കുന്നത്. അപ്പോൾ 1932 ആ വർഷം ഓർത്തിരിക്കുക കേട്ടോ. ഇനി വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് നോക്കാം. അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് 1930, 31, 32 എന്നീ വർഷങ്ങളിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അംബേദ്കർ പങ്കെടുത്തു. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ബി ആർ അംബേദ്കർ ആണ്. ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് അംബേദ്കർ ആണ്. 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ്? ഗാന്ധിജി, അല്ലെങ്കിൽ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനമാണ്. ഓക്കെ, അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, ബ്രിട്ടീഷ് ഭരണത്തിനായിട്ട് ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന
അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഗാന്ധിജി തൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ആഹ്വാനം ചെയ്തു. എന്താണ്? സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത്. അപ്പോൾ ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത് എവിടെയാണ്? പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ജയിൽവാസത്തിനിടയിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരിച്ചു. അപ്പോൾ കസ്തൂർബ ഗാന്ധി മരിച്ചത് 1944 ഫെബ്രുവരി 22 ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടത്തി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരുണ അസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ അസഫ് അലിയാണ്. ഓക്കെ. നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടുക്കും പ്രകടനങ്ങൾ, ഹർത്താലുകൾ, കരിദിനം മുതലായവ നടന്നു. പ്രതിഷേധം ക്രമേണ കലാപങ്ങളായി മാറി. റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു, തീവണ്ടികൾ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾ ചുട്ടുചാമ്പലാക്കി, വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി, വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിക്രൂരമായി സമരത്തെ അമർച്ച ചെയ്തു. 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. അപ്പോൾ 1942 ഓഗസ്റ്റ് 9 കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണ്? MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നു. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഓഗസ്റ്റ് 9. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഒരു വർഷം കൊടുത്തിട്ടുണ്ട്. സംഭവങ്ങളും വർഷങ്ങളും കറക്റ്റായിട്ട് എഴുതാനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങളതൊന്ന് ജസ്റ്റ് എഴുതി പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് സുഭാഷ് ചന്ദ്ര ബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വാസം. ഓക്കെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല, പകരം അത് നമ്മൾ പോരാടി നേടേണ്ടതാണ് എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്രബോസ് വിശ്വസിച്ചിരുന്നത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പോൾ നിങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തരൂ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. അപ്പോൾ റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്നത്. അതിൻ്റെ നേതൃത്വം ആരെ ഏറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഇന്ത്യയുടെ മോചനമായിരുന്നു INAയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ മോചനമായിരുന്നു. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞു. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് എന്തു പറഞ്ഞു? ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവെ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ
ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. ഈ ജസ്റ്റ് ഈ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ്. ഇനി ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഗാന്ധിജിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. അപ്പോൾ ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. ഓക്കെ, അടുത്തത് INA-യും മലയാളികളും. INA-യുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. അപ്പോൾ INA-യുടെ മലയാളി നേതാവ് ആരാണ്? മലയാളി നേതാവാണ്. വനിതാ വിഭാഗം മലയാളി നേതാവാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ ആരാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ 26-ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. തൂക്കിലേറ്റുന്നതിന് മുമ്പുള്ള രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് അയച്ച കത്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണ് ആ കത്തിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയും. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എൻ്റെ എളിയ മരണം. ഇന്ന് രാത്രി 12 മണി അടിക്കാൻ പോകുമ്പോൾ എൻ്റെ മരണദിനത്തിൻ്റെ ആരംഭ നിമിഷം കാണിക്കുന്ന അടയാള ശബ്ദം സൂചിപ്പിക്കുവാൻ പോകുന്നു. അതേ റംലാൻ മാസത്തിലെ 7-ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും 6 മണിക്കും മധ്യേ ഞാൻ മരിക്കും. വന്ധ്യനായ പിതാവേ, വാത്സല്യനിധിയായ ഉമ്മ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കൊരു ആശ്വാസവചനവും നിങ്ങളോട് പറയുവാനില്ല. ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു. എന്നെപ്പറ്റി ദുഃഖിക്കരുത്. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല, അഭിമാനിക്കുക തന്നെ ചെയ്യും. ഞാൻ നിർത്തട്ടെ. ഓക്കെ, അപ്പോൾ വാത്സല്യ മകൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുന്നേ വീട്ടിലേക്ക് അയച്ചിട്ടുള്ള കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം വ്യക്തികളിൽ ഒരാളായ കേരളീയനായിട്ടുള്ള വക്കം അബ്ദുൽ ഖാദറിൻ്റെ ധൈര്യവും ദേശാഭിമാനവുമാണ് അല്ലേ നമുക്ക് ഈ കത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സായുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടാനുള്ള INA-യുടെ ശ്രമങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? അടിച്ചമർത്തുകയും ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സമരവും അതിൻ്റെ സമര രീതിയും എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാം. അടുത്തത് മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടന്നു. 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി എന്ത് ചെയ്യണം? പാകിസ്ഥാൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി. അപ്പോൾ ഇവിടെ മുഹമ്മദ് അലി ജിന്നയുടെ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കാം. മുഹമ്മദ് അലി ജിന്ന എന്താണ് അഭിപ്രായപ്പെട്ടത്? അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി നിയമിതനായ മൗണ്ട് ബാറ്റൺ പ്രഭു കോൺഗ്രസിൻ്റെയും സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളുമായി ദീർഘമായ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം മൗണ്ട് ബാറ്റൺ പ്രഭു പ്രഖ്യാപിച്ചു. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായിരുന്നു. വിവിധ വിഭാഗം ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ചണിനിരത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. സത്യം, അഹിംസ എന്നിവയിലൂന്നിയ സഹന സമരങ്ങളിലൂടെ
വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് സാധിച്ചു. അപ്പോൾ ഇനി അടുത്തത് സ്വാതന്ത്ര്യ പുലരിയിലേക്ക്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു എന്ത്? വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇത് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ആ നിമിഷം ഇതാ സമാഗമമാകുന്നു. ഈ നിമിഷം ചരിത്രത്തിൽ അപൂർവമാണ്. പഴമയിൽ നിന്ന് നമ്മൾ പുതുലോകത്തിലേക്ക് വരുന്നു. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായിട്ട് ആരധികാരമേറ്റു? ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു. ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1947 ഓഗസ്റ്റ് 15 അദ്ദേഹം അധികാരമേൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ.